വെൽക്കം ടു മിസ്റ്റർ ഡി എൻ വി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മളൊരു ന്യൂ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കറൻ്റായി യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ആൻറ്റിവൈറസ് പ്രോഗ്രാമുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാവരും പേടിക്കുന്ന സാധനമാണ് നമ്മുടെ ഫോണിൽ വൈറസ് വരിക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കും. പക്ഷേ ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിനകത്ത് റാമും അതേപോലെ ബാറ്ററിയും സ്റ്റോറേജും ഒക്കെ നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫോണിനകത്ത് നമുക്ക് പെർഫോമൻസ് ഡീഗ്രേഡേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഫോണിൽ വൈറസ് വരാൻ നമുക്ക് എങ്ങനെ നോക്കാം എന്നുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ 2 സെഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഫോണിനകത്ത് വൈറസ് ഉണ്ടോ എന്നെങ്ങനെ അറിയും, അതുകൊണ്ട് വൈറസ് റിമൂവ് ചെയ്യാൻ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും. ഈ 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് സെഷൻ, നമ്മുടെ ഫോണിനകത്ത് വൈറസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ എങ്ങനെ അറിയും? ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിനകത്ത് സ്ലോ റെസ്പോൺസ്, അഥവാ നിങ്ങളുടെ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ പതിവിലും സ്ലോ ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ നിന്നും അബ്നോർമൽ ആയിട്ടുള്ള വൈബ്രേഷനുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അഥവാ ഇപ്പോൾ നമ്മുടെ ഫോൺ നോർമലായി ഉണ്ടാകുന്ന വൈബ്രേഷൻസ് കൂടാതെ അബ്നോർമലായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ ഓരോരോ ഇടവേളകളിൽ നമ്മുടെ ഫോണിൽ ഇങ്ങനെ വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ വൈറസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സൂചനയാണത്. അതുകൊണ്ട് നിങ്ങൾ വൈബ്രേഷൻസ് അബ്നോർമലായിട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്ലോ റെസ്പോൺസ് നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ശകലം ഒന്ന് ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. അതുപോലെ വൈറസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ സെക്കൻഡ് സൂചനയാണ് നമ്മുടെ ഫോണിനകത്ത് ഓവർ ഹീറ്റിങ്ങും അതേപോലെ തന്നെ ഓവർ ബാറ്ററി ഡ്രെയിനേജും ഉണ്ടാകുക. ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ഹീറ്റിംഗ് വരുന്നു. ഇപ്പോൾ സാധാരണ പല ഫോണുകളിലും നമ്മൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹീറ്റിംഗ് സ്വാഭാവികമാണ്. പക്ഷെ അതല്ലാതെ ഒരു അബ്നോർമൽ ഹീറ്റിംഗ്, നമ്മൾ സാധാരണ നോർമൽ യൂസേജിൽ പോലും ഒരു ഹീറ്റ് ആകാത്ത ഒരു ഫോൺ ഹീറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ബാറ്ററി ഡ്രെയിനേജ് വരുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമ്മുടെ ഫോണിനകത്ത് ഓവറായിട്ട് ബാറ്ററി ഡ്രെയിനേജ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൽ വൈറസ് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ വൈറസ് ഉള്ളതിൻ്റെ മൂന്നാമത്തെ ഒരു സൂചനയാണ് ആപ്പ് ക്രാഷ് ആകുന്നത്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അത് ക്രാഷ് ആയി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നു, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്രാഷ് ആയി പോകുന്നു, അബ്നോർമലായിട്ട് ക്രാഷിംഗ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വൈറസ് ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു സൂചനയാണ് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ ഡയൽ ചെയ്യാത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ നമ്മുടെ ഫോണിൽ സെൻഡ് ആകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിൽ വൈറസ് കയറിയതിൻ്റെ ഒരു സൂചനയാണ്. ഇത് നമ്മൾ കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ട് കാണേണ്ട ഇഷ്യൂ ആണ്. ഇനി അഞ്ചാമത്തെ ഒരു സൂചനയാണ് നമ്മളുടെ ഫോണിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത ഫയലുകളും ആപ്ലിക്കേഷനുകളും ഒക്കെ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡായി വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലും ഫയൽസ് ഡൗൺലോഡ് ചെയ്തിരുന്നു, നമ്മളുടെ സ്റ്റോറേജ് അമിതമായിട്ട് യൂസായി പോകുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തികച്ചും ശ്രദ്ധിക്കുക. കാരണം ഇത് വൈറസിൻ്റെ 95% നമ്മുടെ ഫോണിൽ വൈറസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഞാനിപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് നമ്മുടെ ഫോണിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ അറിയാൻ കഴിയും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് വൈറസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വൈറസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിനകത്ത് നിന്ന് നമ്മൾ അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്നുമല്ല, പകരം നിങ്ങളുടെ സെറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ മാനേജർ എടുത്തിട്ട് അവിടെ നിന്ന് ഫിൽട്ടർ എടുത്ത് ഓൾ ആപ്ലിക്കേഷൻസ് എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഷോ സിസ്റ്റം ആപ്സ് അതുപോലെ തന്നെ യൂസർ ആപ്പ് ഇതെല്ലാം ടിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ഫോണിലെ സകലമായ ആപ്ലിക്കേഷൻ നമുക്കവിടെ കാണാൻ കഴിയും. അതിൽ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷനുകൾ, ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ആപ്ലിക്കേഷന് പടമൊന്നുമില്ല, ഐക്കണില്ല, അതുപോലെ തന്നെ നെയിമില്ല, ഇപ്പോൾ നമ്പറുകൾ മാത്രം, അങ്ങനെ പല ആപ്ലിക്കേഷൻ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും സെറ്റിങ്സിൽ. അതുപോലെ വല്ല ആപ്ലിക്കേഷനുകളുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് കുറേയൊക്കെ വൈറസ് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഇനി വൈറസ് റിമൂവ് ചെയ്യാനുള്ള രണ്ടാമത്തെ ടിപ്പാണ് നമ്മുടെ ഫോണിൽ നിന്നും അനാവശ്യമായിട്ടുള്ള ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിനുവേണ്ടി നിങ്ങളുടെ ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം അവിടെ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ഫയൽസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. പ്രത്യേകിച്ചും ഡൗൺലോഡ് ഫോൾഡറിലാണ് കൂടുതലും വൈറസ് ഒക്കെ ഡൗൺലോഡ് ആയിരിക്കാൻ ചാൻസ് ഉള്ളത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്ത ഫയലുകളെല്ലാം അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി വൈറസ് റിമൂവ് ചെയ്യാനുള്ള മൂന്നാമത്തെ ടിപ്പാണ് നമ്മളുടെ ഫോണിനകത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡ്രൈവ്സുകൾ
അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസുകൾ സച്ച് ആസ് SD കാർഡൊക്കെ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SD കാർഡിനകത്താണ് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി കാർഡിനകത്താണ് നമ്മുടെ വൈറസ് എങ്കിൽ അത് നമ്മുടെ ഫോണിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് മെമ്മറി കാർഡ് റിമൂവ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മെമ്മറി കാർഡിനകത്താണ് വൈറസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ടിപ്പുകൾ നിങ്ങൾ ചെയ്തു. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഫയൽ മാനേജറിൽ ചെന്നിട്ട് അനാവശ്യമായ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. SD കാർഡ് റിമൂവ് ചെയ്തു. പക്ഷേ എന്നിട്ടും നമ്മുടെ ഫോണിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഒന്ന് റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സകലമായ ഡേറ്റയും ഇറേസ് ആകും. അതോടൊപ്പം തന്നെ വൈറസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ റിമൂവ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വലത്ത് വശത്ത് ബെല്ലൈക്കൺ കൂടി എവിടെയാ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന ഔട്ട്.